ഒന്നൊന്നര ഇത് റെഡിയാക്കാൻ. എൻ്റെ കുഞ്ഞടുക്കളയിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലായിടത്തും മഴയാണ്, ഇവിടെയും മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസമായിട്ടുള്ള മഴ കാരണം അടുക്കളയൊക്കെ മൊത്തത്തിൽ അങ്ങ് അഴുക്കായിട്ട് കിടക്കുക കേട്ടോ. അഴുക്കെന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ അഴുക്കല്ല, നമ്മുടെ ഈ പഴയ വീടായതുകൊണ്ടേ മുകളിൽ നല്ല രീതിയിൽ ചോരും. അപ്പം ഒത്തിരി പഴക്കം ചെന്നതായതുകൊണ്ട് പുകാറ ഉണ്ടല്ലോ, പണ്ടൊക്കെ അകത്ത് തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകാറ, അതിങ്ങനെ മഴയെ തൊലിച്ചിറങ്ങിയിട്ട് ടിന്നിൻ്റെ പുറത്തും പാത്രത്തിൻ്റെ പുറത്തും ഒക്കെ ഇങ്ങനെ വീണ് വീണ് കിടക്കുക കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വൃത്തിയാക്കുക എന്ത് മാത്രമാണ് എൻ്റെ അവസാന വഴി. അപ്പോൾ ഞാൻ ഓർത്ത് അതൊന്ന് വീഡിയോ ആക്കിയേക്കാന്ന്. അപ്പോൾ ആദ്യം തന്നെ വൃത്തിയാക്കുന്നത് ഈ ഒരു ഷെൽഫാണ് കേട്ടോ. ഈ അടുക്കളയിൽ ആകെ ഉള്ളത് രണ്ട് ഷെൽഫാണേ. ഈ 2 പാർട്ടായിട്ട് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറത്ത് സാധാരണ സോപ്പ്, മരുന്ന്, കുഞ്ഞു കുഞ്ഞു ടിന്നുകൾ, ഡെപ്പ അതൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ നേരത്തെ തന്നെ എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങേയറ്റത്ത് വെച്ചിരിക്കുന്ന 2 പെട്ടികൾ കണ്ടോ. ആ 2 പെട്ടി എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തൊക്കെയോ സാധനമാണ്. ഒന്ന് ജഗ് വാങ്ങിച്ചതാണെന്ന് അറിയാവേ. ആ പെട്ടികൾ കളയണ്ടെന്ന് ഓർത്തിട്ട് അത് യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുവാണേ. ആ ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ ഓപ്പൺ സൈഡിൽ ഞാൻ അകത്തോട്ട് തീപ്പെട്ടി ഇങ്ങനെ പൊട്ടിച്ച് വെച്ചേക്കുവേ. ഷെൽഫിൽ പുറമേ ഇട്ടേ വെച്ചേക്കുന്നെങ്കിൽ ഇവർ ഒരു തീപ്പെട്ടി കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയത് പൊട്ടിച്ചങ്ങ് ഇടും. ഇതാകുമ്പോൾ ആവശ്യത്തിന് ഒരെണ്ണം മാത്രം എടുത്ത് വെളിയിൽ വെക്കും, ബാക്കി അങ്ങനെ അങ്ങ് വെച്ചേക്കും കേട്ടോ. അതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റാപ്ലെയർ, കുഞ്ഞു കത്തി, അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ആ പെട്ടിക്കകത്തിട്ട് വെക്കുവാണെങ്കിൽ പിള്ളേർ അനാവശ്യമായിട്ട് എടുത്ത് കളയത്തില്ല. അതിൻ്റെ ആ ഓപ്പൺ ഏരിയയിൽ ഞാൻ ടിന്നും എടുത്ത് വെച്ചേക്കുവേ. രണ്ടാമത്തെ പെട്ടിയിൽ എന്താണെന്നറിയാമോ, മറ്റേ ചോറൊക്കെ പൊതിയത്തില്ലേ, ആ പ്ലാസ്റ്റിക്കുകൾ കുറച്ച് വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ ടിന്നിലങ്ങ് ആക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും ഇവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഷെൽഫിൻ്റെ മുകളിലത്തെ പേപ്പറൊക്കെ മാറ്റിയിട്ട് കുറച്ച് മരുന്ന്, കർക്കിടക മാസമല്ലേ, ഞങ്ങളെല്ലാവരും ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലേഹ്യവും അരിഷ്ടം, തേക്കാനുള്ള എണ്ണ, കുഴമ്പ് അതെല്ലാം കൂടെ അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ചേ. താഴത്തെ ഷെൽഫാട്ടോ ശരിക്കും മോശമായിട്ട് കിടന്നത്. പാത്രമെല്ലാം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എല്ലാം എടുത്തിട്ട് മഴയായതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം അകത്ത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ശരിക്കും അലങ്കോലമായിട്ട് കിടക്കുവാണേ. പുകാറയൊക്കെ പിടിച്ച് ചിലന്തി വലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്തിട്ട് അതെല്ലാം ഒന്ന് അടുക്കി വെക്കുക കേട്ടോ. ടിന്നെല്ലാം ഒരു സൈഡിലോട്ട് അടുക്കി വെച്ചിട്ട് വേണം നമുക്ക് താഴത്തെ പാത്രമൊക്കെ ഒതുക്കാനായിട്ട്. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്ബാക്കാനും ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. സാധാരണയായ വീട്ടമ്മയുടെ വാടക വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ പകർത്തുന്നത്. അതും വല്ല എഡിറ്റിംഗ് ഒന്നുമില്ല, ഞാൻ അങ്ങ് ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മിക്സിയൊക്കെ അങ്ങ് തുടച്ച് വെക്കുകയാണേ. 2 വർഷമായി ഞാൻ ഈ പ്രീതിയുടെ മിക്സി വാങ്ങിക്കാനായിട്ട് കടയിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജാറുണ്ടോ, ജ്യൂസറാണ് കേട്ടോ. അതിൻ്റെ അകത്തൊരു നെറ്റ് പോലെ സംഭവം ഉണ്ടേ. അന്നേരം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ജ്യൂസൊക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ലതാണ്, ആ നെറ്റിലൂടെ അരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും, എളുപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടൊന്നും എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പ്രീതിയുടെ മിക്സി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്പൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണേ. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ തേങ്ങയൊക്കെ അടിച്ചിട്ടാണെങ്കിലും ശരി, തേങ്ങാപ്പാലൊന്നും അവരാ പറഞ്ഞ ക്വാണ്ടിറ്റിയിലൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കേണ്ട അവസ്ഥയായതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറേ ഇല്ലേ. അത് അങ്ങ് തുടച്ച് വെച്ചിട്ട് താഴത്തെ തട്ടങ്ങ് തുടയ്ക്കുക കേട്ടോ. ഇത് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 2 ഉള്ളിക്കൊട്ടയാണ്. അത് ഉപയോഗിക്കാൻ പറ്റാതെ മാറ്റിയിട്ടതാണ്. ഞാൻ പിന്നെ അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഷെൽഫിൻ്റെ താഴോട്ട് വെച്ചിട്ട് പാത്രമൊക്കെ അങ്ങ് കഴുകി കമത്തി വെക്കും ഉണങ്ങിയതിന് ശേഷം. ഇത് പിന്നെ പഴയ ഒരു ലഞ്ച് ബാഗിൽ ഉപയോഗിക്കാത്ത കുറച്ച് കുപ്പി ഗ്ലാസ്സുകളാട്ടോ. എല്ലാം കൂടെ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എല്ലാം പൊട്ടിപ്പോവും. ഇങ്ങനെ ആകുമ്പോൾ അത് ഒതുങ്ങി എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോളും. ഉള്ള സ്ഥലത്തെല്ലാം ഒപ്പിച്ച് വെക്കണ്ടേ. അങ്ങനെ അതും കൂടെ അങ്ങ് വെച്ചിട്ട് തൂത്ത് വാരും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേശൂട്ടൻ ഇടയ്ക്കോട്ട് കയറിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് വെച്ചിരുന്ന മുറം അങ്ങ് കമത്തിയേ. പിന്നെ അവനെക്കൊണ്ട് തന്നെ അതെല്ലാം പെറുക്കി വെപ്പിച്ചിട്ട് നമ്മുടെ പാത്രം എല്ലാം തുടച്ചിട്ട് അങ്ങ് കമത്തി വെക്കുവാണേ. ഇതൊക്കെ ഇപ്പോൾ വെക്കും, എന്തെങ്കിലും എടുക്കുമ്പോൾ ഇതെല്ലാം മറിഞ്ഞു പോകും. എങ്കിലും ഇങ്ങനൊന്ന് ഇരുന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കുറവായിട്ടോ. പ്രത്യേകിച്ച് നമ്മൾ അമ്മമാർക്ക് അങ്ങനെയല്ലേ. അപ്പം ഷെൽഫിൻ്റെ ആ ഒരു ഏരിയ കവർ ചെയ്തിട്ട്, ഇത് പത്തായമാണ്. ഞാൻ എപ്പോഴും പറയും ഇവിടെ ഒരു 85 വർഷം പഴക്കമുള്ള പത്തായമാണ്. അവർ നെല്ലും അരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് അത്യാവശ്യം ചാക്കും ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ കയറ്റി വെച്ചേക്കുക. പക്ഷെ അതിൻ്റെ
പുറം ഭാഗം ഉണ്ടല്ലോ എപ്പോഴും അങ്ങ് നിറച്ചും അഴുക്കാവും, എപ്പോഴും ചലന്തി വലയായിരിക്കും. അപ്പോൾ അതും കൂടെ അങ്ങ് തൂത്തിറക്കിയിട്ട് പാത്രം ഈ 4 ചോറ്റുപാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇരിക്കുന്നത്. നമുക്കിനി ഓണം ആകുമ്പോഴത്തേക്കും നല്ല വെയിലുള്ള സമയത്ത് എല്ലാം ഒന്ന് കഴുകി ഉണക്കണ്ടതല്ലേ. അതുകൊണ്ട് സാധനം ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടിട്ടില്ല, അതെല്ലാം കാലിയായിട്ട് തന്നെ തുടച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ കണ്ടുണ്ടല്ലോ ചായ ഫ്ലാസ്ക്, ഇവിടെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നിറച്ചും ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കും. ആവശ്യമുള്ളപ്പോൾ ഫ്ലാസ്കിൽ നിന്ന് എടുത്ത് കുടിക്കുകയെ. ഒരു 4-5 മണിക്കൂറൊക്കെ ചൂട് പോകാതൊക്കെ വെള്ളം നിൽക്കും. യൂസ്ഫുൾ ആണല്ലോ എന്ന് കരുതിയിട്ടുണ്ട്. ഇത് പിന്നെ ഉപയോഗിക്കാത്ത കുറച്ച് ലഞ്ച് ബാഗുകളാണ് കേട്ടോ. ഇവൻ അത് കൊണ്ടുപോകാറില്ല. അവനോട് എന്താ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുമ്പം അവൻ്റെ റീസൺ പറയുന്നത് ഈ ലഞ്ച് ബാഗും കൂടെ കൈ പിടിച്ച് പോകുമ്പോഴത്തേക്കും ബാഗിൻ്റെ ഭാരവും ലഞ്ച് ബാഗിൻ്റെ ഭാരവും കൂടെ ആകുമ്പം പുഷ്പ സിനിമയിൽ അല്ലു അർജുൻ നടക്കുന്ന പോലെ വേണം ഞാൻ സ്കൂളിലോട്ട് നടന്നു പോകാൻ. എല്ലാവരും എന്നെ കളിയാക്കുന്ന കേട്ടോ അവൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ ലഞ്ച് ബാഗ് അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടെ അങ്ങ് അടുക്കുക കേട്ടോ. ഉള്ള സ്ഥലത്ത് ഞാൻ ഒപ്പിക്കുവാണേ. കുറേ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് റേഷൻ കടയിലെ മണ്ണെണ്ണ കേട്ടോ. ഇന്നലെ റേഷൻ കടയിൽ പോയപ്പോൾ കിട്ടിയ മണ്ണെണ്ണയാണേ. നമ്മുടെ കേശവൻ അഭിനയിച്ച് കാണിക്കുക കേട്ടോ പുഷ്പയിലെ അല്ലു അർജുനെ ഇതേ കൂട്ട് വേണം ഞാൻ സ്കൂളിൽ പോകാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് ഒതുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി ഓണം ആകുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ. ഇപ്പോൾ ഒട്ടും വെയിലില്ലടാ. വെയിലുണ്ടായിരുന്നെങ്കിൽ ഈ പാത്രം എല്ലാം വെളിയിലെടുത്തിട്ട് തേച്ച് കഴുകി ഉണക്കി പെറുക്കി വെച്ചേനെ. അങ്ങനെ വെക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഭയങ്കര മഴയല്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് തുടച്ചങ്ങ് മാറ്റുക. ഇപ്പം വൃത്തിയാകണമെങ്കിൽ അതേ ഉള്ളൂ മാർഗം. പിന്നെ കുറേ ആണിയും പശയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്ന എല്ലാം കൂടെ ഒരുമിച്ചൊരു ടിന്നിലാക്കിയിട്ട് വെച്ചു. ഇനി ഇത് മുഴുവൻ നമുക്ക് തൂത്തിറക്കണം. തൂത്തിറക്കിയിട്ട് സാധാരണ ഞാൻ അടുക്കളയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുമ്പം വെള്ളം ഒഴിച്ച് തേച്ച് കഴുകി വെളിയിലോട്ട് അങ്ങ് ഇറക്കി വിടും കേട്ടോ. പക്ഷേ ഇന്ന് ഈ മഴയത്ത് അങ്ങനെ ഇറക്കി വിട്ടാലും ഉണങ്ങാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അത്രയും ഒരു ഏരിയ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതാണോ വൃത്തിയെന്ന്. നമ്മുടെ ഉള്ള സൗകര്യത്തിലല്ലേ നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സൗകര്യങ്ങൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ കുറച്ച് ഉപയോഗിക്കുന്ന ചില്ലിൻ്റെ പാത്രങ്ങളും കുപ്പി ഗ്ലാസ്സും ഒക്കെ കേട്ടോ. ഞങ്ങൾ 4 പ്ലേറ്റ് ടേബിളിൽ ഇരിക്കുന്നതുണ്ടോ, ആ 4 പ്ലേറ്റാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് കഴിക്കാൻ. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ. ബാക്കി പ്ലേറ്റൊക്കെ ആരെങ്കിലും വരുമ്പോൾ എടുക്കുന്നതാണ്. എങ്കിലും ഇതേപോലെ അങ്ങ് അടുക്കി അവിടെ മാറ്റി വെച്ചേക്കും. പിന്നെ ഇന്നും ഞാൻ കുറച്ച് കുപ്പി ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ച് ആവശ്യത്തിനുള്ളത് മാത്രം വെച്ചിട്ട് ആ ടേബിളും അങ്ങ് തുടച്ചിട്ട് കേട്ടോ. ഇത് മൗലിക്കൂടിൻ്റെ പഴയ ഒരു സ്റ്റഡി ടേബിളായിരുന്നേ. അതിൻ്റെ കാലൊക്കെ ഒടിഞ്ഞു പോയിട്ട് അവൾ വേണ്ടെന്നും പറഞ്ഞ് തട്ടിയതാണ്. ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അടുക്കളയിൽ എടുത്തിട്ടു. പിന്നെ ഉപ്പുഭരണി, 3 ഉപ്പുഭരണിയാട്ടോ എനിക്കുള്ളത്. ഒന്നിൽ കല്ലുപ്പും ആ ചെറിയ ഉപ്പുഭരണിക്കകത്ത് പൊടിയുപ്പും. വലിയ ഒരെണ്ണത്തിലുണ്ടല്ലോ കുടംപുളിയും പിഴുപുളിയും കൂടി ഇട്ടേക്കും കേട്ടോ. പിഴുപുളി കവറിലാക്കിയിട്ട് കുടംപുളിയുടെ കൂടെ അങ്ങ് എടുത്ത് വെച്ചേക്കും. അങ്ങനെ ആ 3 ഭരണിയും കൂടെ തുടച്ച് മാറ്റിയിട്ട് ടിന്നൊക്കെയാണേ മുകളിൽ നിന്ന് നല്ല ശരിക്കും പുകാറയൊക്കെ വീണിട്ട് ടിന്നിൻ്റെ പുറത്തൊക്കെ നിറച്ചും പൊടിയാടാം. അതെല്ലാം വൃത്തിയാക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഓണം ആകുമ്പോൾ നല്ല വെയിലൊക്കെ ഉറയ്ക്കുമ്പം ഇതെല്ലാം കൂടെ തേച്ച് കഴുകിയിട്ട് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഓണം ആകുമ്പം കുറച്ച് ടിന്നൊക്കെ ഇതൊക്കെ കുറച്ച് അധികം പഴക്കമുള്ളതാണ്. കുറച്ച് നല്ല ടിന്നൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുവാണെങ്കിൽ നമുക്കതൊക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ ഈ ടേബിളിൽ ഈ പാതകം ഉണ്ടല്ലോ, ആ പാതകത്തെ ഒട്ടിക്കുന്ന ടൈലിൻ്റെ ഇപ്പം കിട്ടാറുണ്ടല്ലോ ഒട്ടിക്കുന്ന ടൈല് പോലത്തെ ഷീറ്റ്, അത് ഞാൻ ബുക്ക് ചെയ്ത് കേട്ടോ. 2 വട്ടം ബുക്ക് ചെയ്തിട്ടും എന്തൊക്കെയോ മിസ്റ്റേക്ക് കാരണം എൻ്റെ കയ്യിലോട്ട് അത് എത്തിയിട്ടില്ല. എത്തുവാണെങ്കിൽ അത്രയും ഭാഗത്ത് ആ ടൈലിൻ്റെ ഷീറ്റും കൂടെ ഒക്കെ ഒന്ന് ഒട്ടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതും ഉപയോഗിച്ച് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഇത്രയും ഭാഗത്ത് ഒട്ടിക്കാനായിട്ട് ആ ഓർഡർ ചെയ്ത് മതിയാവുമെന്ന് അറിയത്തില്ലേ. അപ്പോൾ അടുത്ത സ്റ്റാൻഡും കൂടെ ഞാനങ്ങ് തുടയ്ക്കാൻ എടുത്തു കേട്ടോ. ചുമന്ന സ്റ്റാൻഡ് തുടച്ചെടുക്കാൻ എളുപ്പമായിരുന്നു, അധികം പൊടിയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നല്ല ശരിക്കും പുകാറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കള വാതിക്കെ കുറച്ച് മഴവെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഓർത്തു അതിൻ്റെ അകത്ത് അങ്ങ് കഴുകി വെക്കാമെന്ന്. അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞ് നല്ല ഉണക്ക തുണി കൊണ്ട് തുടച്ചാലേ നമുക്ക് അകത്തോട്ട് വെക്കാനും പറ്റത്തുള്ളേ. അത് മാത്രമല്ലടാ, ഇപ്പോഴത്തെ മഴയ്ക്കുണ്ടല്ലോ എൻ്റെ പുറത്ത് കത്തിക്കുന്ന അടുപ്പിൻ്റെ അവിടെ കെട്ടിയ ഷീറ്റും അടുപ്പും എല്ലാം പോയെന്നേ. ഇനി മഴയൊക്കെ മാറിയിട്ട് വേണം അതുമൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം വേവിക്കുന്നത് നമ്മുടെ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ അതും കൂടെ അങ്ങ് അടുക്കി വെക്കുവാണേ. ഇതൊക്കെ എന്നും ഇതുപോലെ വെക്കാൻ പറ്റില്ല, അത്രയും നല്ലതെന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒതുക്കി വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഇതൊക്കെ തന്നെ കേട്ടോ ജോലി. അപ്പോൾ അതെ ബാക്കി അറേഞ്ച് ചെയ്യേണ്ട സാധനങ്ങളുമില്ല, ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പാത്രം വെക്കുന്ന സ്റ്റാൻഡിലും കുറേ പാത്രം നമുക്ക് കഴുകാനായിട്ട് കിടക്കുക. അതിനിടയ്ക്ക് കറണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ കഴുകാനുള്ള പാത്രമെല്ലാം അവിടെ കിടക്കട്ടെ. സ്റ്റാൻഡും ഞാനൊരു തുണി നനച്ചിട്ട് അങ്ങ് തുടയ്ക്കുക കേട്ടോ. എല്ലാം കൂടെ ഇറക്കി കഴുകാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല, അതും കൂടെ ചെയ്യട്ടെ.
അപ്പം ഇത്രയും ജോലി ചെയ്യാനായിട്ട് കയറിയതിന് മുമ്പേ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണേ. കുറച്ച് മത്തി കിട്ടിയായിരുന്നു, അത് പറ്റിച്ചു, സാമ്പാറുണ്ട്, കിളിമീൻ പൊരിച്ചതുണ്ടേ. അപ്പം ഇത് എല്ലാ ജോലിയും തീർത്തിട്ടാണ് ഞാൻ അടുക്കള വൃത്തിയാക്കാനായിട്ട് കയറിയത്. കണ്ടോ ഈ മുകൾ ഭാഗം കണ്ടോ, ഇവിടെ നിന്നാണ് അടുക്കളയിൽ ചോരുന്നത്, നല്ല രീതിയിൽ ചോരും. പിന്നെ മക്കൾ കിടക്കുന്ന മുറിയും ചോരും. അതും 2 ദിവസം ആയതേ ഉള്ളൂ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട്. മഴ പെയ്യുവാണെങ്കിൽ അടുക്കളയിൽ മുകളിൽ ഷീറ്റ് കെട്ടിയിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ, വെള്ളം വീണിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് എല്ലായിടത്തും വീഴും. ഗ്യാസ് വെക്കുന്നിടത്തും ഉപ്പുഭരണിയുടെ പുറത്തും എല്ലായിടത്തും തെറിച്ച് വീഴും. അവിടെ ഒന്നും എത്ര പാത്രം വെച്ചാലും അതിനകത്തൊന്നും നിൽക്കത്തില്ല, തെറിച്ച് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതാണ് അടുക്കള വൃത്തികേടാകുന്നതിൻ്റെ ഏറ്റവും മെയിൻ കാരണം. അപ്പം എന്തായാലും എന്നത്തെയും പോലെ ഞാൻ വേഗം തന്നെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. സൗകര്യങ്ങൾ കുറഞ്ഞ എൻ്റെ വാടക വീട്ടിലെ കുഞ്ഞടുക്കള എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. നിർത്തട്ടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബും ഒന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും പാകപ്പഴകൾ എൻ്റെ വീഡിയോയിലും വോയിസിലൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ.